കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ പി.ജെ. ജോസഫിന്റെ മകൻ അബു ജോസഫ് കുറച്ചു മുമ്പ് മീഡിയ വണ്ണിനോട് നടത്തിയ പ്രതികരണത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കാനായി കേരള കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് ജോസ് കെ മാണിയും കൂട്ടരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് അബു ജോസഫ് ചെയ്യുന്നത്? എന്താണ്? അല്ലാതെ കേരള കോൺഗ്രസ് എമ്മിനെ ഒരുപാട് ആളുകൾ ഒരുപാട് നാളുകളായി ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേരള കോൺഗ്രസ്സിന് നല്ല അടിത്തറയുള്ള പാർട്ടിയാണെന്ന ബോധ്യത്തോടു കൂടിയാണ് അങ്ങനെ ക്ഷണിക്കുന്നത്. മാനസാർ തന്നെ ചളൽക്കുന്ന് ക്യാമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം തോന്നും എന്ന് പറഞ്ഞ പോലെ കേരള കോൺഗ്രസിൻ്റെ ജനകീയ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, UDF-ലേക്കും ആണ് ക്ഷണിക്കുന്നത്. അല്ല, എങ്ങോട്ട് വേണം ക്ഷണിച്ചോട്ടെ, അതിന് വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാന പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ച ഇപ്പോൾ ഈ പാർട്ടിയിലില്ല. പക്ഷേ നേതാക്കൾക്കൊക്കെ ഒരു UDF മനസ്സായി തുടങ്ങിയോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ? ഇല്ല, കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് UDF മനസ്സാണെന്ന് അകലെ നിന്ന് കാണുന്നവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അടുത്ത് തോന്നുന്നവർക്കില്ല. ഇപ്പോൾ അബു ആണെന്ന് പറഞ്ഞു LDF നിൽക്കുന്ന കേരള കോൺഗ്രസ് UDF-ലാണ് മനസ്സെന്ന്. അതങ്ങനെ അകലെ നിന്ന് കാണുന്നുണ്ട്, മരീചിക പോലെയാണ്. നമ്മൾ അകലെ നിന്ന് കണ്ടാൽ വെള്ളമാണെന്ന് തോന്നും, പക്ഷേ ചെന്ന് കഴിയുമ്പോൾ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ മാത്രമാണ്. കേരള കോൺഗ്രസിനകത്ത് ഒരണികൾക്കും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. വളരെ കംഫർട്ടബിളായി കേരള കോൺഗ്രസ് LDF-ൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നണി മാറ്റത്തെക്കുറിച്ചോ മുന്നണി ആ ചർച്ച പോലും പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഉത്തരം പറയും? ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കലാപം ഉയർത്തിയ ആളാണ് പി.ജെ. ജോസഫ്, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വരവിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അദ്ദേഹം തന്നെ മകനെ അവരോധിക്കുന്നതിന് എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കാണുന്നത്? അല്ല, ഈ ചോദ്യം യഥാർത്ഥത്തിൽ പി.ജെ. ജോസഫ് സാറിനോട് ചോദിക്കേണ്ടതാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് മോൻസ് ജോസഫാണ്. അദ്ദേഹമാണ് ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ട ആൾ മോൻസ് ജോസഫാണ്. അതുകൊണ്ട് അവരോട് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അത് അവരുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ അവരുടെ പാർട്ടിയുടെ തീരുമാനം. ഒരു പാർട്ടിക്ക് എന്ത് തീരുമാനിക്കാനും അവർക്ക് അവകാശമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ധാരണ. LDF-ൽ അർഹമായ പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന സമയം പോലെ ഞങ്ങൾക്ക് LDF-ൽ അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ UDF-ൽ നിന്ന കാലത്ത് ഒരിക്കൽ പോലും 14 ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല മത്സരിക്കാൻ. LDF വന്ന് 14 ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു. അങ്ങനെ പല പരിഗണനയും നമ്മൾ അറിയാത്ത പല കോർപ്പറേഷൻ ബോർഡ് മെമ്പർ സ്ഥാനവും കേരള കോൺഗ്രസ് ലഭിച്ചിട്ടുണ്ട്. അതായത് UDF-ലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യവും മാണി ഗ്രൂപ്പിനില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? നിലവിൽ ഒരു സാഹചര്യമില്ല. അതൊരു പ്രചരണം മാത്രമാണ്. അതായത് എനിക്ക് തോന്നുന്നൊരു കാര്യം, കേരള കോൺഗ്രസ് എം പോലുള്ള മുന്നണി വിട്ടുപോയ UDF-ൽ നിന്ന് വിട്ടുപോയ കക്ഷികൾ അവരെ തിരിച്ചു കൊണ്ടുവരാതെ UDF-ന് ജയിക്കാൻ കഴിയില്ലെന്ന് കനകോലൂനെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദങ്ങളും ചർച്ചയെല്ലാം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും LDF ഇട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആ സാഹചര്യം ഇല്ലല്ലോ. അത്തരമൊരു സാഹചര്യമോ ചർച്ചയോ ഇവിടെ ഇല്ല. അത് അസന്നിഗ്ധമായിട്ടാണ് പറഞ്ഞത്, യാതൊരു സംശയവും ഇല്ല. അപ്പുവിൻ്റെ നിലപാടിനോട് എന്താണ് കൂടുതലായി പറയാനുള്ളത്? കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണമാണ് അദ്ദേഹം ഉന്നതാധികാര സമിതിയിൽ എത്തിയ ശേഷമുള്ളത്. അത് ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രയോഗങ്ങളാണ്. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. ഒരു പുതുതായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതല്ല, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കേരള കോൺഗ്രസ് വിട്ടുപോയത് കൊണ്ടല്ല UDF അധികാരത്തിൽ വരാതിരുന്നതെന്നൊരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയക്കുറവ് കൊണ്ടാണ്. അത് പിന്നെ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് ജനങ്ങൾക്കും അറിയാം, UDF-നറിയാം, കോൺഗ്രസ്സിനറിയാം, മുസ്ലിം ലീഗിനറിയാം, എല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസ് UDF വിട്ടു പോയതുകൊണ്ടാണ് ഒരു ചരിത്രപരമായ നിയോഗമെന്ന നിലയിൽ ആദ്യമായി തുടർഭരണം LDF-ന് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരള രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് യാതൊരു സംശയവും ഇല്ല. അദ്ദേഹം അങ്ങനെ പറയുന്നതിന് എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ടായിരിക്കും. അദ്ദേഹത്തിന് പി.ജെ. ജോസഫിന്റെ മകന് രാഷ്ട്രീയ പരിചയം ഇല്ല എന്ന വിമർശനം ഒരു അതിരുകടന്നതാവില്ലേ? അല്ല, ഞങ്ങൾ അത് വിമർശിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അത് അവരുടെ പാർട്ടിയാണ്, ആരെയൊക്കെ ഭാരവാഹിയാക്കണം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തീർച്ചയായിട്ടും മുമ്പ് സൂചിപ്പിച്ചതുപോലെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ നേരത്തെ വിമർശിച്ചെങ്കിലും അതൊക്കെ തിരുത്തി പറയാൻ സമയമായി. അത് അവരുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്കതിന് യാതൊരു എതിരോ അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ അഭിപ്രായമേ ഇല്ല, എതിരഭിപ്രായം ഇല്ല. അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ മറുപടി പറയും.
UDF-ലേക്ക് തങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടിത്തറയുള്ളത് കൊണ്ടാണ് എന്നാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ LDF വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അർഹമായ എല്ലാ പരിഗണനയും LDF-ൽ കിട്ടുന്നുണ്ട് എന്ന് ആവർത്തിച്ചു പറയുകയാണ് സ്റ്റീഫൻ ജോർജ്.